ഹലോ ഗൈസ്, പനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ സ്വന്തം സഹോദരൻ അമൽ പി. ആർമിക്കാരനാണ്, പക്ഷെ പനി വന്ന് കിടപ്പിലായി. കണ്ണിൽ മഞ്ഞ പോലും ഗൈസ്. എല്ലാ ആർമിക്കാരനും ഇങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എൻ്റെ അനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഓൻ ഏതെങ്കിലും തരത്തിൽ അസുഖം ഉണ്ടാവും. ഒന്നിക്ക പനി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്, അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇവൻ്റെ സ്ഥിരം കലാപരിപാടി ഇതാണ്. ടെൻഷൻ അടിച്ചിട്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, എല്ലാ സമയത്തും ഇത് തന്നെ അവസ്ഥ. പനി വന്ന് അമലൂട്ടിനെ ശല്യപ്പെടുത്തുന്നില്ല, എന്നാലും ഞാനവിടെ പോയി നടുവിലങ്ങ് കടന്ന് ഞാനടുത്തുണ്ടാകുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും തേച്ച്. ഞാൻ മാത്രമല്ല, നമ്മൾ കുടുംബസമേതമായി ആശുപത്രിയിൽ പെറ്റ് കിടന്നു. ഞാൻ, തക്കുടു, ശിയമ്മ, പിന്നെ അമലൂൻ്റെ ചങ്ങായി ശമ്പുവണ്ണനുണ്ട്. ശമ്പുവണ്ണൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അമ്മ കിടന്നുറങ്ങുന്നതാണ്. തക്കുടു കിടന്നുറങ്ങുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ കോപ്രായങ്ങൾ, കാരണം ഞാൻ അവനെ വാഷ്റൂമിൽ കൊണ്ടതിന് ശേഷം അവൻ്റെ ബ്ലഡ് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ടായി, ഏത് ഗ്ലൂക്കോസിൻ്റെ പൈപ്പിലൂടെ. അപ്പം ഞാനത് അനക്കാണ്ട് വെച്ച് തടയി കൊടുക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാനും അമലും കൂടി ആശുപത്രിയിൽ കിടന്നുറങ്ങി. ഞാനും അമലും മാത്രമാണോ? അല്ല, അമ്മയും ഉറങ്ങി. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ തക്കുടുവാവ വരുന്നുണ്ട്. തക്കുടുവാവയും കിടന്നുറങ്ങി. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ച സമയത്ത് ഇതാ വരുന്നു നമ്മുടെ ശംഭുവണ്ണൻ. ശംഭുവണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ അമലൂട്ടിൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ്. ഓനെ കാണാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി വന്നതാണ്. ഞാൻ പറഞ്ഞു, നീയാ കാരണം ഇവന് പനി വന്നത്. അപ്പോൾ ഞാനൊന്നല്ലാതെ അവൻ്റെ കുറ്റം നൈസായിട്ട് ഓൻ്റെ തലയിൽ തന്നെ കൊണ്ടുപോയി ഇടുകയാണ് ശമ്പുവണ്ണൻ ചെയ്യുന്നത്. അപ്പോൾ ശമ്പുവണ്ണൻ ഗ്ലൂക്കോസിൻ്റെ അളവിൽ നോക്കി എന്തെങ്കിലും വേണോ കഴിക്കാൻ, എന്തെങ്കിലും കൊണ്ടുവരണോ എന്നെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ ഇവൻ മേടിച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ചോദിക്കുന്നത്, അത് വേണോ ഇത് വേണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? അങ്ങനെ നമ്മൾ നേഴ്സുമാർ വന്നു. നേഴ്സുമാർ വന്നിട്ട് ഇവൻ്റെ ഗ്ലൂക്കോസിൻ്റെ കഴിഞ്ഞിട്ടാ, ഗ്ലൂക്കോസൊക്കെ തീർന്നു. ഈ പൈപ്പ് അയക്കുന്ന സമയത്ത് ആർമിക്കാരൻ പട്ടാളക്കാരന് ഭയങ്കര വേദന വന്നു. കണ്ട കാലൊക്കെ പൊത്തിയിട്ട് നോക്കുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, ഒരു നേഴ്സിനോട് വ്ളോഗ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് നേഴ്സ് പോയിട്ട് ലൈറ്റ് ഇട്ട് തന്നു. അവൻ്റെ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് കാണുന്നത് കണ്ടു കഴിച്ച്. നല്ല വേദനയുണ്ട് ഏക്കന്. ഒന്നാമത് അവന് ഭയങ്കര പേടിയാണ്, പനി വരുന്നല്ലോ. പനിയല്ല, നോർമലി എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ നല്ല വേദനയുണ്ട്. നേഴ്സിനോട് പറഞ്ഞിട്ട് കുത്തി അങ്ങ് എടുക്കറ്, സൂക്ഷിച്ച് ചെറുങ്ങനെല്ലാം ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. നൈസായിട്ട് അവർ എടുത്തത്, നല്ല നേഴ്സായിരുന്നു എന്ന് പിന്നെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുഴലൊക്കെ ഊതിയിട്ട് നേരെ ഫാർമസിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് അതിനുശേഷം ശംഭുവിൻ്റെയും അമലൂട്ടൻ്റെയും സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിൽ പോയി നല്ലോണം മസാല ദോശയെല്ലാം വെട്ടി വിഴുങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയി. അമലൂട്ട ഇപ്പോൾ ഓക്കെ ആട്ടോ. സ്നേഹക്കൂടുതൽ കൊണ്ടുപോകാൻ അമ്മ ചോറ് വാരി കൊടുക്കുന്നത്. അപ്പം ഞാനും കൂടെ കൂടി. അപ്പോൾ എനിക്കൊരു കുശുമുണ്ടാവില്ല. അപ്പം ഞാനും കുറച്ച് നേരം ചോറ് തിന്ന്. കാര്യം ഞാൻ തമാശക്ക് പറയുന്നുണ്ടെങ്കിലും ഇവനെന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് മനസ്സിനെന്തോ വല്ലാത്തൊരു വേദനയാണ്. എന്താണെന്നറിയില്ല, സ്വന്തം ചോരയായിപ്പോയില്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും അവനിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുന്നുണ്ട്, അടിപൊളിയാണ്. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.